വയനാട് മാനന്തവാടിയിൽ 30ഓളം വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ. ദ്വാരക UP സ്കൂളിലെ കുട്ടികൾക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. സ്കൂളിൽ നിന്നും ഉച്ചഭക്ഷണം കഴിച്ചവർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. മൂത്ത സ്കൂളിൽ പോയി, ഇളയത് തലകറക്കം കൊണ്ട് സ്കൂളിൽ പോയില്ല. വൈകുന്നേരം കൊണ്ട് ഉച്ചക്ക് വന്ന് ഇവിടെ കാണിച്ചതാണ്. മൊത്തം മക്കൾ രണ്ടാൾ കുഴഞ്ഞ് തന്നിട്ടാണ്. സ്കൂളിൽ നിന്ന് ഒരു സംവിധാനത്തിൽ കിട്ടി, അവർ വന്നിട്ടില്ല. ഇവരെ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ ഓരോ കുട്ടികൾ 10 മിനിറ്റ് ഓരോ രക്ഷിതാക്കളും വിളിച്ചിട്ട് ഇവർ വയറുവേദന എന്നുകൊണ്ട് കുട്ടികളെ വിടുന്നുണ്ട്. ഇവരെന്താക്കില്ല, കാര്യമായിട്ട് അന്വേഷിക്കില്ല. 2 കുട്ടികളെ വിടുമ്പോൾ തന്നെ ഇവരെ നോക്കണമായിരുന്നു എന്താ പ്രശ്നം എന്നുള്ളത്. ഇപ്പം ഇത്ര കുട്ടികളൊക്കെ അതിൻ്റെ ഉള്ളിലത്തൊന്നും കാണിച്ചു. കൂടുതൽ വിവരങ്ങളുമായി അർജുൻ ചേരുകയാണ്. അർജുൻ, ഈ ഭക്ഷ്യവിഷബാധയേറ്റ കുഞ്ഞുങ്ങളുടെ ആരോഗ്യനില ഇപ്പോഴെങ്ങനെയാണ്? കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഉച്ചയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലൊരു ആരോഗ്യസ്ഥിതിയിൽ വഷളാകുന്നത്. തുടർന്നാണ് ഇന്ന് രാവിലെ അടക്കം വിവിധ വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ അടക്കം പോയിരുന്നത്. തുടർന്ന് ഇത്തരത്തിൽ വിഷബാധയാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. തുടർന്ന് ഇവരെ തൊട്ടടുത്തുള്ള PHCയിൽ എത്തിച്ചെങ്കിലും പിന്നീട് തുടർന്ന് ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ഇപ്പോൾ വിദ്യാർത്ഥികളുടെ നില തൃപ്തികരമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആരുടെയും നില ഗുരുതരമല്ല. എന്തിനാൽ തന്നെയും കൃത്യമായ ഒരു അന്വേഷണം വേണമെന്നാണ് രക്ഷിതാക്കളടക്കം പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിട്ടും നിരവധി പേർ ഇത്തരത്തിലുള്ള ഒരു പരാതി പറഞ്ഞിട്ടും സ്കൂൾ അധികൃതർ കാര്യമായ രീതിയിൽ ശ്രദ്ധിച്ചിരുന്നില്ല. എന്നാൽ ഇതിനെക്കുറിച്ച് ഒരു വിവരണം നൽകിയിരുന്നില്ല. അതിനെ തുടർന്നാണ് പിന്നീട് വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭം ഇവിടെ ഉണ്ടായത്. നേരത്തെ നമ്മൾ കേട്ടിരുന്ന ബൈറ്റിലടക്കം രക്ഷിതാക്കളടക്കം വലിയ രോഷാകുലരായത്. അതിനുശേഷമാണ് വിദ്യാർത്ഥികൾ, അതായത് ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്നാണ് പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക്, അതായത് വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് വിദ്യാർത്ഥികളെ മാറ്റുന്നത്. ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് ആരോഗ്യസ്ഥിതി പ്രശ്നമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വയനാട്ടിൽ നിന്നും അർജുൻ PS ആണ് വിവരങ്ങൾ നൽകിയത്.